എല്ലാവർക്കും നമസ്കാരം. നാരായണീയം ദശകം 3 ശ്ലോകം 5. ഭവദ്ഭക്തിഃ സ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസ്യോക്തിസ്തവ ച വചനം നൈകമവചോ ഭവേത് മിഥ്യാരഥ്യാ പുരുഷവചന പ്രായ അഖിലം. ആചാര്യൻ തൻ്റെ ഭക്തി വർദ്ധിക്കുവാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ, ഭഗവാനെ ഗുരുവായൂരപ്പ, എനിക്ക് നിന്തിരുവടിയിൽ ഭക്തി വളർന്നു വരാൻ അനുഗ്രഹിക്കണേ. എന്തെന്നാൽ ഭക്തി വർദ്ധിച്ചാൽ പിന്നെ എല്ലാ ക്ലേശങ്ങളും ദുഃഖങ്ങളെയും അകറ്റും. അല്ലെങ്കിൽ വ്യാസദേവൻ്റെയും അങ്ങയുടെയും വാക്കുകളും വേദവാക്യങ്ങളുമെല്ലാം തന്നെ തെണ്ടികളുടെ വാക്കുപോലെ വിലയില്ലാത്തതായി തീരുകയില്ലേ? അത് സംഭവ്യമല്ലല്ലോ. വേദവാക്യങ്ങളും ഭഗവത് വചനങ്ങളും പുരാണകർത്താവായ വ്യാസദേവൻ്റെ വാക്കുകളും എല്ലാമാണല്ലോ മനുഷ്യർ പ്രമാണമായി സ്വീകരിക്കുന്നതും അതുപടി പ്രവർത്തിക്കുന്നതും. ആ വാക്കുകൾ മിഥ്യയെന്ന് വന്നാൽ പിന്നെ ഭഗവത് വചനത്തിന് വില ഇല്ലാതായി വരും. അതിനാൽ ഗുരുവായൂരപ്പ, അങ്ങ് കനിഞ്ഞ് എന്നിൽ ഭക്തി വർദ്ധിക്കാൻ കനിയണം. ആ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ വചനമനുസരിച്ച് എൻ്റെ യോഗക്ഷേമം അങ്ങ് തന്നെ വഹിക്കും. പിന്നെ എൻ്റെ ക്ലേശങ്ങൾ ഇല്ലാതെയാകും. എനിക്ക് ഭക്തിയിൽ കൂടി ജ്ഞാനം ലഭിക്കും. ജ്ഞാനത്തിൽ കൂടി യോഗം ശീലിച്ച് ഞാൻ പൂർണ്ണനായി അങ്ങയെ ഭജിക്കുന്നതിന് പ്രാപ്തനാകും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ മറ്റ് യാതൊരു ചിന്തയും കൂടാതെ എന്നെ ചിന്തിച്ചുകൊണ്ട് സദാ എന്നെ ഉപാസിക്കുന്നുവോ അവരുടെ യോഗക്ഷേമം ഞാൻ വഹിക്കുന്നതാണ്. അതായത് അനന്യ ഭക്തന്മാരായവരുടെ കാര്യം ഞാൻ തന്നെ നിറവേറ്റുമെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ഒരാൾ ശുദ്ധനായി കഴിഞ്ഞാൽ ഒരു ചിന്തയ്ക്കും അവകാശമില്ല. പിന്നെ ഭക്തനെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാന് മാത്രമാണുള്ളത്. ഈ കാര്യം അറിയാവുന്നതിനാലാണ് യഥാർത്ഥ ഭക്തനായി അനുഗ്രഹിക്കണമേ എന്ന് ഭഗവാനോട് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് നിഷ്കാമമായ ഭക്തി. ഒന്നിനും എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. ഒന്നിനോടും കൊതി പാടില്ല. ഭഗവാനോട് മാത്രമേ കൊതി പാടുള്ളൂ എന്നതാണ് ആചാര്യൻ പറയുന്നത്. നമ്മളും ഭഗവാനെ മാത്രം പ്രാർത്ഥിക്കുക, ഭഗവാനെ മാത്രം ചിന്തിക്കുക, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. ഭഗവാൻ നോക്കിക്കോളും. കാരണം ആദ്യം മുതലേ ഉള്ള ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കൂ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഓം നമോ നാരായണായ.